അവിടെ വല്ല വിരുന്നേരും വന്നിട്ടുണ്ടെങ്കിൽ അല്ലാതെ എന്നും നോമ്പാ. എന്നും നോമ്പെടുക്കുന്നവരെ കളിയാക്കുന്നവരുണ്ട് ചിലര്, അല്ലെങ്കിൽ 96 എടുക്കുന്നവരെ പരിഹസിക്കുന്നവരുണ്ട് ചിലര്. നിനക്ക് കഴിയില്ലെങ്കിൽ നീ എടുക്കണ്ട, അത് വേറെ കാര്യം. ആരെയും പരിഹസിക്കണ്ട. ഓരോന്നും ആപേക്ഷിക്കാണ്, ഓരോന്നിനും അതിൻ്റെതായ വകുപ്പുകളുണ്ട്. അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു എന്നും നോമ്പാണ്. അവിടെ വിരുന്നേര് വന്നില്ലെങ്കിൽ ഫൈദാ റഔ ദുഖാന, പുക കണ്ട അറഫു, അപ്പൊ ഇവര് മനസ്സിലാക്കും അന്നഹു ഖദ് ഇഅ്തറാഹു, അവിടെ ആരോ വിരുന്നേര് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. നിർബന്ധ നോമ്പ് ഹറാമായ ദിവസം, പെരുന്നാൾ ദിവസം അല്ലാതെ നോമ്പ് നോക്കാൻ പറ്റുന്ന ദിവസത്തിലൊക്കെ നോമ്പ്, അങ്ങനെ നോമ്പ് നോക്കും, അങ്ങനെ നോമ്പനുഷ്ഠിക്കുന്നു. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പറഞ്ഞത് നീ നോമ്പനുഷ്ഠിച്ചോളൂ എന്ന് പറഞ്ഞ് നിർത്തുകയല്ലേ. ഫഇന്നഹു ലാ ഇദ്ല ല, ഈ നോമ്പിനൊരു പകരമില്ല, അതിന് പകരം വെക്കാൻ മറ്റൊരു അമലില്ല എന്നാണ്. എന്താണ് ആ പ്രത്യേകത? നോമ്പിന്റെ ആ പ്രത്യേകത എന്താണ്? ഇത് മനസ്സിലാക്കാൻ നേരത്തെ പറഞ്ഞതിന്റെ പുറമെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഞാൻ പറയാനിരിക്കുകയാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ ഭൗതികമായ സ്വഭാവങ്ങളുണ്ട്, ആത്മീയമായ സ്വഭാവങ്ങളുണ്ട്. ഭൗതികതയും ആത്മീയതയും കൂടിയതാണല്ലോ മനുഷ്യന്റെ ശരീരം, അല്ലേ? ഈ ഭൗതിക ശരീരം മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഈ ശരീരം. എന്നാൽ ഖുലിർ റൂഹു മിൻ അംരി റബ്ബി എന്ന് പറഞ്ഞ ആലമുൽ അംറിൽപ്പെട്ട, ആത്മീയ ലോകത്തിൽപ്പെട്ട റൂഹും ഇത് രണ്ടും കൂടിയതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് ഈ രണ്ട് ലോകത്തോടും വാസനയുണ്ട്. രണ്ട് തരത്തിലുള്ള വികാരങ്ങളും വിചാരങ്ങളും അവനുണ്ടായിരിക്കും. റൂഹിന്റെ സ്വഭാവം, അതിന്റെ ഗതി എപ്പോഴും മേൽപോട്ടാണ്, മലഉൽ അഅലയിലേക്കാണ്, മലക്കുകളുടെ സ്വഭാവത്തോടാണ് അത് സാമ്യപ്പെടാൻ ഇഷ്ടപ്പെടുന്നത്. അതേസമയത്ത് ഭൗതിക ശരീരം അത് ഭൗതികതയിലേക്ക്, ശരീര ഇച്ഛയിലേക്ക് അത് മനുഷ്യനെ ക്ഷണിച്ചു. ഇതിങ്ങനെ നാം ഏതിന് ഇത് രണ്ടും കൂടി സമ്മിശ്രമായി നിൽക്കുന്ന രണ്ടിന്റെയും ശക്തിയുടെ കേന്ദ്രമായ നഫ്സ് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ഇൻസാനാവുന്ന ശരീരം, ഈ ശരീരം ഏതിന് അടിമപ്പെടുന്നുവോ അതിനനുസരിച്ച് ആ ശക്തി ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. കൂടുതൽ കൂടുതൽ ശരീര ഇച്ഛകൾക്ക് അടിമപ്പെട്ട്, ഭൗതികതയ്ക്ക് അടിമപ്പെട്ട് ഇങ്ങനെ ജീവിച്ചാൽ ആ ഭൗതികതയിലേക്ക് തരം താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. വല്ലദീന കഫറൂ ഇന്നല്ലാഹ യുദ്ഖിലുൽ ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വല്ലദീന കഫറൂ യതമത്തഊന വയഅകുലൂന കമാ തഅകുലുൽ അൻആമു വന്നാറു മത്വൽ ലഹും. സത്യനിഷേധികളുടെ സ്വഭാവം യതമത്തഊന, അവർ സുഖിച്ചുകൊണ്ട്, അവരുടെ ഭൗതികതയെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട്, ഈ ഭൗതിക ശരീരത്തിന്റെ ഈ മൃഗതുല്യമായ ഈ ശരീര സ്വഭാവങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവൻ ജീവിക്കുന്നു. അതിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ജീവിച്ചു. യതമത്തഊന, അവര് സുഖിച്ച് മതിച്ച് കഴിയുന്നു. അവന് കുറെ ഭക്ഷണം കഴിക്കണം, കുറെ മറ്റുള്ള വികാരങ്ങൾക്ക് അടിമപ്പെടണം, ഇങ്ങനെയുള്ള വിഷയങ്ങളായി അവൻ നടക്കുന്നു. യതമത്തഊന, അവര് സുഖിച്ച് ജീവിക്കുന്നു. വയഅകുലൂന, അവരിങ്ങനെ തിന്നു കഴിയുന്നു, ഭുജിച്ചു കഴിയുന്നു. കമാ തഅകുലുൽ അൻആം, മാടുകളെ പോലെ. മാടുകളെയോടാണ് അല്ലാഹു തആല ആടുമാടുകളോട്, മൃഗങ്ങളോട് തുലനം ചെയ്യുന്നു. ആ ഒരു ചിന്ത മാത്രമായി കൊണ്ട് നടക്കുന്ന ആളുകളെ അങ്ങോട്ടാണ് തുലനം ചെയ്യുന്നത്. അങ്ങനെ പൂർണ്ണമായി അടിമപ്പെട്ട് അങ്ങോട്ട് താഴ്ന്നു വീടുന്നു. ഇവനെ വേണമെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ടും കെട്ടാ, തൊഴുത്തിൽ കൊണ്ടുപോയിട്ടും കെട്ടാ, ആ അവസ്ഥയിലാണ്. ചിലരങ്ങനെ മോശമായി അവിടെ കെട്ടാനും പറ്റില്ല, അതിനേക്കാളും മോശമാണ്. അങ്ങനെയാണല്ലോ അല്ലാഹു തന്നെ പറഞ്ഞല്ലോ, ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ. ആ മൃഗീയതയിലേക്ക്, ഈ റൂഹാനിയത്തിന്റെ സ്വഭാവം ഇല്ലായ്മ ചെയ്തു, ഇല്ലാതെയായി ബലഹീനമായി അത് ഭൗതിക ശരീരത്തിന് അടിമപ്പെടുന്ന അവസ്ഥയിലേക്ക് നീങ്ങും. എന്നാൽ മുഅ്മിൻ അങ്ങനെയല്ല. ഈ ഭൗതികതയെ നിയന്ത്രിക്കാനല്ലേ നാം ശ്രമിക്കേണ്ടത്? നമുക്ക് വേണം ഭക്ഷണം, നമ്മുടെ റൂഹിന് ശക്തി ഉണ്ടാവാൻ, നമ്മുടെ റൂഹിന് ശക്തി പകരാൻ, റൂഹിന്റെ പ്രവർത്തനത്തിന് ശരീരം ശക്തി നൽകാൻ. അതിനുവേണ്ടി നമുക്ക് എന്ത് വേണം? ഭക്ഷണം വേണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഅ്മിന് കുടിക്കുന്നത് ഒരൊറ്റ കുടലിലാണ്, മറ്റുള്ളവർ കുടിക്കുന്നത് 7 കുടലിലാണെന്ന് പറഞ്ഞതുപോലെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി അവൻ കുടിക്കുന്നു, ഈ ഒരു ആവശ്യത്തിന് വേണ്ടി അവൻ ഭക്ഷണം കഴിക്കുന്നു. ഇങ്ങനെ ആവശ്യത്തിന് വേണ്ടി അതൊക്കെ ചെയ്യും. എന്നാൽ അതിനൊക്കെ നിയന്ത്രിക്കുന്നു അല്ലാഹുവിന്റെ പൊരുത്തത്തിനനുസരിച്ച്. അങ്ങനെ നിയന്ത്രിച്ച് പരമാവധി ഈ ഭൗതികതയിൽ നിന്ന് മോചിതനായി ആത്മീയ ഔന്നത്യത്തിലേക്ക്, ആത്മീയമായ ഉയർച്ചയിലേക്ക്, ആ മലക്കാനിയായ സ്വഭാവത്തിലേക്ക് ഉയരാൻ
ശ്രമിക്കുന്നു. അങ്ങനെയാണ് മൂമിൻ ചെയ്യേണ്ടത്. മൂമിനെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അമലുകളൊക്കെ അതിനു വേണ്ടിയാണ്. അങ്ങോട്ട് ഉയരാൻ ശ്രമിക്കുകയാണ്. ആ മലക്കാനിയ സ്വഭാവത്തിലേക്ക് ഉയരാനുള്ള ഏറ്റവും എളുപ്പവും ചുരുങ്ങിയതുമായ വഴിയാണ് നോമ്പ്. കാരണം മലക്കുകൾക്ക് ഭക്ഷണമില്ല, മലക്കുകൾക്ക് പാനീയമില്ല, അവർക്ക് വിചാരങ്ങളില്ല, വികാരങ്ങളില്ല, അതിനവര് അടിമപ്പെടുന്നില്ല. അങ്ങനെയുള്ള പ്രകൃതി അവർക്കില്ല തന്നെ. മനുഷ്യന് ആ പ്രകൃതിയുണ്ട്. പക്ഷെ ആ പ്രകൃതിയെ നിയന്ത്രിച്ച്, പരമാവധി നിയന്ത്രിച്ച് മലക്കുകളോട് സാമ്യരാവാൻ ശ്രമിക്കുകയാണ് മനുഷ്യൻ ചെയ്യുന്നത്. അവരോടുള്ള തശബ്ബുഹ്, അവരോട് സാമ്യപ്പെടാൻ ശ്രമിക്കുന്നു. റമളാൻ മാസത്തിലെ ഈ ഒരു മാസക്കാലം അവൻ ചെയ്യുന്നത് അതാണ്. ഭക്ഷണപാനീയങ്ങളിലേക്ക് അവൻ ആവശ്യമുണ്ടായിട്ടും ആ നിലക്കുള്ളൊരു പ്രകൃതിയായിരുന്നിട്ടും മലക്കുകളോട് തശബ്ബുഹ് ചെയ്യാൻ, സാമ്യപ്പെടാൻ, അവരുടെ സ്വഭാവത്തെ അനുകരിക്കാൻ മനുഷ്യൻ വെമ്പൽ കൊള്ളുകയാണ്. മനുഷ്യൻ അതിന് ശ്രമിക്കുകയാണ്. ആ ശ്രമത്തിൽ അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്ക്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പരിശുദ്ധമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വലഖുലൂഫു ഫമിസ്സായിമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്കി. നോക്കണം നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഉള്ളി തിന്നവൻ പള്ളിയിൽ കടക്കരുതെന്ന്. അതിന്റെ വാസന ഉണ്ടാകും, അത് മുഅ്മിനീങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എന്നതുപോലെ ഇന്നൽ മലായികത തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനൂ ആദം. മലക്കുകൾ മനുഷ്യൻ വെറുക്കുന്നതിനെ മനുഷ്യനും വെറുക്കും, മലക്കുകളും വെറുക്കുന്നു. മനുഷ്യൻ വെറുക്കുന്ന ഈ ദുർഗന്ധങ്ങളൊക്കെ മലക്കുകൾക്കും വെറുപ്പാണ്. അതുകൊണ്ട് ഈ ജമാഅത്തിന് പങ്കെടുക്കുന്ന മഹാന്മാരായ മലക്കുകൾ, അവർക്ക് നിന്റെ വായുടെ വാസന വെറുപ്പായിരിക്കും. ഉള്ളി പോലെ തന്നെ അതുപോലെ ദുർഗന്ധം വമിക്കുന്ന വിധത്തിൽ, മനുഷ്യന്മാര് വെറുക്കുന്ന വിധത്തിൽ വരരുത് പള്ളിയിലേക്ക്. ഇന്നൽ മലായികത, അവിടെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് മലക്കുകൾ ബുദ്ധിമുട്ടുന്നു. എന്തുകൊണ്ട്? മനുഷ്യന്മാര് ബുദ്ധിമുട്ടുന്നത് കൊണ്ടൊക്കെ മലക്കുകളും ബുദ്ധിമുട്ടുന്നതാണ്. ഇതിന് കാരണമായിട്ടാ പറഞ്ഞത്. അപ്പൊ അതിൽപ്പെട്ട ഒന്ന് മാത്രമാണ് ഇവിടെ ഞാൻ പറയുന്നത്. ഇങ്ങനെ ഉള്ളി തിന്നത് കൊണ്ടുണ്ടായ വാസന മലക്കുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ മലക്കുകളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വലഖുലൂഫു ഫമിസ്സായിമി, നോമ്പുകാരൻ നോമ്പ് അനുഷ്ഠിച്ചതിനാൽ ഉണ്ടാകുന്ന, ഭക്ഷണം കഴിക്കാത്തതിനാൽ ഉണ്ടാകുന്ന വായനാറ്റം അത്യബു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ ലോകത്ത് ഏറ്റവും സുഗന്ധമാണ്, പരിമളം പരത്തുന്നതാണ്. മിൻ റീഹിൽ മിസ്കി, മിസ്കിന്റെ